ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതാണ് മൂന്നാറിലേക്കുള്ള നേര്യമംഗലം പാലം. പണ്ട് ബ്രിട്ടീഷുകാർ പണിത പാലം. ഇത് കഴിഞ്ഞ് ഒരേ ഒരു ഹെയർ പിൻ നമ്മളിത് കഴിഞ്ഞ് മൂന്നാർ ടൗൺ കഴിഞ്ഞു. ഇത് രാജമല റൂട്ടിലേക്കുള്ള പാലമാണ്. നമുക്ക് അറിയാം, ഇതൊരു പ്രളയത്തിൽ തകർന്നൊരു പാലമാണ്. രണ്ടാമത് പണിതാണ്. ഈ വഴിയാണ് നമ്മൾ മറയൂർ കാന്തല്ലൂർ ആ റൂട്ട് പോകുന്നത്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് മറയൂർ മൂന്നാർ റോഡ്. നമ്മൾ മറയൂർ കഴിഞ്ഞു, കോവിൽക്കട കഴിഞ്ഞു, കാന്തല്ലൂർ ചെക്ക് പോസ്റ്റ് തൊട്ട് മുമ്പുള്ളൊരു വ്യൂ ആണ്. ഇവിടെ മുനിയറ എന്ന് പറഞ്ഞൊരു സ്പോട്ടുണ്ട്. അവിടെ ഇപ്പോൾ പാസ് വെച്ചാണ് കയറ്റുന്നത്. ഇത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെ നിർത്തിപ്പോവും. നല്ലൊരു വ്യൂ ആണ്. ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകാറുള്ളത്. നമ്മളപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ കാന്തല്ലൂർ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് ഒരു 6 കിലോമീറ്റർ മുന്നോട്ട് ചെന്ന് നമ്മൾ ഓടംകണ്ടി. അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ താഴേക്കൊരു 100 മീറ്റർ വന്ന് നമ്മൾ ഈ പാർക്ക് ചെയ്യാവുന്നൊരു വീട് ഇതിൻ്റെ ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ താഴേക്ക് നടക്കും. താഴേക്ക് നടന്ന് ചെല്ലുന്നതാണ് നമ്മൾ കാന്തല്ലൂർ വുഡ്സ്, നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ട്. താഴേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കേൾക്കാം ഒരു ശബ്ദം. അത് മഴയുടെ അല്ല, താഴെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. വലിയൊരു വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം റൂം കാണിക്കാം. ഇതാണ് നമ്മൾ ഹോം സ്റ്റേ. നമ്മൾ ഫുള്ള് മരം കൊണ്ട് പണിതൊരു ഹോം സ്റ്റേ ആണ്. താഴെ ഒരു റൂം, മുകളിൽ 2 റൂം, അറ്റാച്ച്ഡ് ബാത്റൂംസ്, കിച്ചൺ ഉണ്ട് തന്നെ. ഇത് ഈ ഹോം സ്റ്റേയുടെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ചുറ്റും മരങ്ങളാണ്. ബാക്കിൽ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അതിൻ്റെ ശബ്ദം, വെള്ളം ഒഴുകുന്ന ശബ്ദം നമുക്ക് എപ്പോഴും ഇങ്ങനെ കേൾക്കാം. നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ ജൂലൈ മാസമാണ് പോയത്. മഴ കുറവായിരുന്നു, നല്ല ക്ലൈമറ്റായിരുന്നു, നല്ല അടിപൊളി തണുപ്പുണ്ടായിരുന്നു. വെള്ളച്ചാട്ടത്തിൽ കുളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ കുളിക്കാൻ പറ്റില്ല. ഇത് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ റൂമും, മുകളിൽ 2 റൂമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഒരു റൂമിൽ തന്നെ നമുക്ക് 3 പേർക്ക് കിടക്കാവുന്ന ബെഡ് ഉണ്ട്. പിന്നെ എക്സ്ട്രാ ബെഡ് ഉണ്ട്, നമുക്ക് താഴെ വിരിച്ച് കിടക്കാം. ഒരുപാട് പേർക്ക് കിടക്കാം. സാലഡും കാര്യങ്ങളും നമുക്ക് വേസ്റ്റ് ആക്കാം. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഒരു ശബ്ദം കേട്ടായിരുന്നു. അത് അവിടെ ഒരു തോടുണ്ട്. ആ തോട് വെള്ളം ഇങ്ങനെ വന്നിട്ട്, മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അതിങ്ങനെ വന്ന് താഴേക്ക് ഇങ്ങനെ ഒരു വലിയൊരു വെള്ളച്ചാട്ടമാണത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് നമ്മൾ കാണുന്ന നിസ്സാര വെള്ളച്ചാട്ടമല്ല. നോക്കിയേ, ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നൊരു, ഇവിടെ നിന്ന് മുതൽ അങ്ങോട്ട് ഭയങ്കര ഡേഞ്ചർ സ്പോട്ടാണ്. നല്ല എട്ടങ്ങേറാണ്. ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ ആൾ പോകും. കുളിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റില്ല. ജസ്റ്റ് 2 ഫോട്ടോ എടുക്കാം, വീഡിയോ ഇങ്ങനെ എടുക്കാമെന്നുള്ളൂ. ഇത് ഞാൻ സ്റ്റിക്ക് വെച്ചാണ് ഇങ്ങനെ നീട്ടിയെടുക്കുന്നത്. അല്ലാതെ നമുക്ക് എടുക്കാൻ ശ്രമിക്കരുത്, ഡേഞ്ചറാണ്. നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്. താഴേക്ക് ഇങ്ങനെ പോയി, താഴേക്ക് വേണമെങ്കിൽ പോയി കുളിക്കാൻ പറ്റും. പക്ഷെ നല്ല തണുപ്പായതുകൊണ്ട് ഞങ്ങൾ ആരും ഇറങ്ങിയില്ല. അപ്പോൾ ഞങ്ങൾ പതുക്കെ താഴേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം, ഇന്നിവിടെ രാവിലെ ആന ഓടിയെന്ന് പറഞ്ഞു. ആന ഓടിയതിൻ്റെ കാൽപാദം, ആനയുടെ കാൽപാദം കാണുന്നത്. ആനയെ ആരെ ഓടിച്ചിട്ടിട്ട് ആന ഇതിലേ ഓടിയെന്നാണ് പറയണത്. കണ്ടോ, ആനയുടെ കറക്റ്റ് കാൽപാദമാണ് ഇത്. വെളുപ്പിന് ഇതിലാണ്, ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് കാണാം. ഇതിലെ അങ്ങോട്ട് താഴേക്ക് പോയെന്നാണ് പറയുന്നത്. നമ്മൾ വന്നതിന് ശേഷം ആനേനൊന്നും കണ്ടൊന്നുമില്ല. ആന ഇതിൽ ഓടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചേട്ടനാണ് ഇവിടുത്തെ കെയർ ടേക്കർ, ചിദംബരം ചേട്ടൻ എന്നതിൻ്റെ പേര്. കേരള ആലപ്പുഴക്കാരനാണ്. അപ്പോൾ നമ്മൾ താഴേക്ക് ഇങ്ങനെ പതുക്കെ പോവുകയാണ്. സ്ലോമോഷൻ വീഡിയോ ഉണ്ടോ? വേണമെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തോ. അപ്പോൾ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്ക് താഴെ പോവുകയാണ്. താഴെ നിന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ഒഴുകുന്ന ഭാഗം കാണാൻ പറ്റുമെന്ന് ചേട്ടൻ പറഞ്ഞു. മുകളിൽ നിന്ന് താഴെ നോക്കിക്കഴിഞ്ഞാൽ താഴെ ഒഴുകി ചെല്ലുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ എന്തായാലും താഴെ നിന്ന് മുകളിലേക്ക് നോക്കാനുള്ളൊരു പുറപ്പാടിലാണ്. സെറ്റായിരിക്കും. ഇതിൽ രാവിലെ ഒന്ന് ആന ഓടിയുടെ കാൽപാദം വ്യക്തമായിട്ട് കാണാം. രാവിലെ ഇതിൽ ആന ഓടിയിട്ടുണ്ട്. അപ്പോൾ ആനയുടെ കാൽപാദം ഉണ്ട്. ഞങ്ങൾ ഒരു ദിവസം ഇവിടെ കിടന്നു. ഞങ്ങൾ വന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. അവിടുത്തെ ഫുഡ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. മുട്ട പുഴുങ്ങിയത്, ചപ്പാത്തി, ചിക്കൻ, പിന്നെ നല്ല ഉഗ്രം കഞ്ഞി, പയർ കറി. വാ, പൊളി മൂടായിരുന്നു. ഞങ്ങൾ ഇത്തവണ 3 സ്പോട്ടാണ് കാന്തല്ലൂർ വിട്ട് കണ്ടത്. 1 ഭ്രമരം പോയിൻ്റ്, 2 ഇരച്ചിൽപ്പാറ വാട്ടർഫോൾസ്, പിന്നെ നമ്മളൊരു കീഴാന്തൂർ ഫോൾസ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഭ്രമരം സ്പോട്ടിലേക്കാണ്.
ഇവിടെ നമ്മളൊരു വീട് ഇപ്പോൾ കാണാം. ഇവിടെ വരുന്നവരിവിടെ ഉറപ്പായിട്ട് ഇവിടെ പോകണം. ഇവിടുത്തെ കംപ്ലീറ്റ് പുല്ലുണ്ട് ഇവിടെ. ഈ പുല്ല് ഇവിടെ റെഡിയാക്കിയിട്ട് ഇവിടെ പുൽത്തേൽ ഉണ്ടാക്കുന്നുണ്ട്. നല്ല ഒറിജിനൽ സാധനം. പുൽത്തേൽ ഉണ്ടാക്കുന്ന പുല്ലാണ്. ഇതുണ്ടാക്കുന്നൊരു വീഡിയോ ഞാൻ ആൾ പറയുന്നൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് എടുത്തതാണ്. ആ ചേട്ടൻ പുള്ളിക്കാരൻ നമുക്കിത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ പറഞ്ഞു തന്നായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചു. വീട്ടിൽ വെറുതെ വെച്ചിട്ട് തന്നെ നല്ല സ്മെല്ലാണ് ആ പുൽത്തേൽ. അടിപൊളി സാധനമാണ്, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതാണ് ഭ്രമരം പാറ എന്ന് പറയുന്നത്. ഇതെന്താണ് ഭ്രമരത്തിൽ നമുക്കൊരു പിടുത്തമില്ല. ഭ്രമരം സിനിമയായിട്ട് എന്താ ബന്ധമുണ്ട്. നല്ല വ്യൂ ആണ്, ഒരു മൂഡാണ് ഇവിടെ. ഒരു കുറച്ചേ ഉള്ളൂ, വലിയ നടക്കാൻ കാര്യമായിട്ടൊന്നുമില്ല. പോകുന്ന വഴി ഒരു ട്രീ ഹൗസൊക്കെ ഉണ്ട്. നല്ല കാറ്റാണ്, നല്ലൊരു സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ക കാന്താരി മുളകും പച്ചമുളകും പേരക്കയും മാങ്ങയും ചക്കയൊക്കെ മേടിച്ചു. ഇത് രണ്ടാമത്തെ പോയിൻ്റാണ് കീഴാന്തൂർ ഫോൾസ്. താഴേക്ക് ഒരു 1 കിലോമീറ്റർ ഇറക്കമുണ്ട്. കുഴപ്പമില്ല. പക്ഷേ ഈ വാട്ടർഫോൾസ് ഭയങ്കര ഡേഞ്ചറാണ്. ജസ്റ്റ് കാണാനോ ഫോട്ടോസ് എടുക്കാനോ അല്ലാതെ ഇതിലേക്ക് ഇറങ്ങാനോ ക്രോസ് ചെയ്യാനോ നിന്ന് കഴിഞ്ഞാൽ ആളെണ്ണം കുറയും, സീനാണ്. മൂന്നാമത്തെ പോയിൻ്റാണ് എരച്ചിൽപ്പാറ ഫോൾസ്. ആക്ച്വലി ഞങ്ങളുടെ ട്രിപ്പ് എരച്ചിൽപ്പാറ ട്രിപ്പ് എന്നായിരുന്നു. അടിപൊളി വൈബാണ് മോനെ. പല വെള്ളച്ചാട്ടവും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു വേറൊരു മൂഡാണ്. സൂപ്പർ. ഉറപ്പായിട്ടും വരേണ്ട ഒരു സ്ഥലത്തിൽ ഒന്നാണ് ഇരച്ചിൽപ്പാറ ഫോൾസ്. ചെറുതായിട്ടൊന്നും നനയാം. 2 പേര് നനഞ്ഞു. ഞങ്ങൾ കുറച്ച് പേര് ഇറങ്ങിയില്ല. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഒരു 1.5 വ്യൂ ആണ് ഇരച്ചിൽപ്പാറ ഫോൾസ്. ഉറപ്പായിട്ടും അത് ഈ സമയത്ത് പോയാലാണ് വെള്ളം ഉണ്ടാവുള്ളൂ. മഴക്കാലം, നമ്മുടെ മഴക്കാലമല്ല, അവിടെ മഴ പെയ്താലേ ഇവിടെ വെള്ളം വരും. തമിഴ്നാട് സൈഡാണ്. സൂപ്പർ.